ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യൂട്യൂബിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതുപോലെ മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള 5 അപ്ഡേറ്റ്സ് ആണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. യൂട്യൂബിൻ്റെ ബീറ്റ വേർഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റുകൾ എല്ലാം കിട്ടുന്നതായിരിക്കും. ഞാൻ എൻ്റെ യൂട്യൂബ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു. ശേഷം ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. വീഡിയോ പ്ലേ ചെയ്യുന്ന സ്ക്രീനിൽ തന്നെ കുറേ അധികം ഓപ്ഷൻസ് ഉള്ളതായി കാണാം. ഇവിടെ പുതുതായി ഉള്ള ഒരു ഓപ്ഷനാണ് ഓട്ടോ പ്ലേ. അപ്പോൾ ഓട്ടോ പ്ലേ നമ്മൾക്ക് വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഓണാക്കാനും ഓഫാക്കാനും സാധിക്കും. മുമ്പൊരു വീഡിയോ പ്ലേ ചെയ്യുന്നതിൻ്റെ താഴെ, അതായത് റൈറ്റ് സൈഡിൽ ആയിരുന്നു ഓട്ടോ പ്ലേ എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വീഡിയോൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഓട്ടോ പ്ലേ അറിയാത്തവർക്കായി പറയുകയാണ്. ഓട്ടോ പ്ലേ എന്ന് വെച്ചാൽ ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്താൽ ആ വീഡിയോ അവസാനിച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായി പ്ലേ ആവും. രണ്ടാമത്തെ അപ്ഡേറ്റും വീഡിയോ പ്ലേ ചെയ്യുന്ന സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഓട്ടോ പ്ലേൻ്റെ ഒപ്പം തന്നെ CC എന്ന ഓപ്ഷൻ ലഭിക്കും. CC ഓണാക്കുമ്പോൾ സബ് ടൈറ്റിൽസ് ലഭ്യമാകും. ഇതും നമ്മൾക്ക് ഓണാക്കാനും ഓഫാക്കാനും സാധിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജിൽ തന്നെയാണ്. നമ്മൾക്ക് ഷോർട്ട് വീഡിയോസ് ലഭിക്കുന്നത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ്. ഷോർട്ട് വീഡിയോസ് ഇതേപോലെയായിരുന്നു ലഭിച്ചിരുന്നത്. ഇനി നമുക്ക് ഷോർട്ട് വീഡിയോസ് എല്ലാം ഒരേ സ്ഥലത്ത് ലഭിക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ ഷോർട്സ് എന്നൊരു പുതിയ ടാബ് വന്നായി കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഷോർട്ട് വീഡിയോസും കാണാം. ഇതൊരു നല്ല അപ്ഡേറ്റ് ആണ്. നാലാമത്തെ അപ്ഡേറ്റും വീഡിയോ സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞാനിവിടെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ അവിടെ ഒരു ഐ ബട്ടൺ കാണാം. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാം. മുമ്പ് സ്ക്രീനിൽ ഈ ഐ ബട്ടൺ ഓപ്ഷൻ ഇല്ലായിരുന്നു. സോ പുതിയ അപ്ഡേറ്റിൽ ഇത് ലഭ്യമാണ്. ആ വീഡിയോയിൽ ആഡ് ചെയ്ത വീഡിയോസ് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് കാണാം. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് യൂട്യൂബേഴ്സിനും പ്രചോദനമുള്ളതാണ്. ഇതുപോലെ യൂട്യൂബ് വീഡിയോസ് കാണുന്നവർക്കും യൂസ്ഫുൾ ആണ്. ഇനി അഞ്ചാമത്തേത്, ഇത് ഏറ്റവും യൂസ്ഫുൾ ആയതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുള്ളൊരു അപ്ഡേറ്റ് ആണ്. നമ്മൾക്കറിയാം, യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ കാണുമ്പോൾ അത് ഫുൾ സ്ക്രീൻ ആക്കാൻ തോന്നും. അപ്പോൾ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഓൾ സ്ക്രീൻ മാറ്റണമെങ്കിൽ നമ്മൾ പിന്നെയും ആ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതല്ല എങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് ഓട്ടോ റൊട്ടേറ്റ് ഓണാക്കും. എന്നാൽ ഇനി ഈ രണ്ട് സംഭവവും വേണ്ട. ഇനിയൊരു സിമ്പിൾ സ്വൈപ്പിൽ നമ്മൾക്ക് ഫുൾ സ്ക്രീൻ ആക്കാനും അതുപോലെ ഫുൾ സ്ക്രീൻ മാറ്റാനും സാധിക്കും.